നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് തെള്ളിയൂർ വൃശ്ചിക വാണിഭത്തിലാണ് കേട്ടോ. അപ്പോൾ ഇതിന് നമ്മൾ നൂറ്റാണ്ടുകളോളം പഴക്കമുള്ള പെരുമയാണ് ഇതിനുള്ളത്. അതായത് തെള്ളിയൂർക്കാവ് ഭഗവതി ഈ ക്ഷേത്രത്തിൻ്റെ ചരിത്രത്തോടൊപ്പം പഴക്കമുണ്ട് തെള്ളിയൂർ വൃശ്ചിക വാണിഭത്തിനും. കാര്യം അന്നൊരു കാലത്ത് ജാതിയുടെ പേരിൽ പല ആളുകൾക്കും ക്ഷേത്ര പ്രവേശനമൊക്കെ നിഷേധിച്ചിരുന്ന ഒരു കാലഘട്ടം വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്നല്ലോ. അതൊക്കെ നമുക്കറിയാവുന്നതാണ്. ആ സമയത്തും തെള്ളിയൂർ ഭഗവതിയെ കാണാനായിട്ടും പ്രാർത്ഥിക്കുവാനായിട്ടും ഒക്കെ ധാരാളം ആളുകൾ എത്തിയിരുന്നു. അങ്ങനെ എത്തുന്ന സമയത്ത് അവരുടെ കാഴ്ചകളും നേർച്ചകളും ഒക്കെ കൊണ്ടിരുന്നു. എന്നാൽ അവർക്ക് അവിടെ സമർപ്പിക്കാൻ പറ്റാതെ നമ്മുടെ ഈ അമ്പലത്തിൻ്റെ പുറത്ത് വെച്ചിട്ട് സമർപ്പിച്ചിട്ടും ഒക്കെയാണ് പോയത്. അതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഈ കാലത്ത് വർഷങ്ങളോളമായി, എന്നിട്ടും പിൽക്കാലത്ത് നമുക്കിതൊരു വാണിഭമായിട്ട് വരികയും അങ്ങനെ ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു ആദായത്തിൻ്റെ ഒരു പങ്ക് ക്ഷേത്രത്തിന് സമർപ്പിക്കുകയൊക്കെ ചെയ്തതായിട്ടുള്ളത് നമ്മുടെ ചരിത്രം. അപ്പോൾ അന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകതയും ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മളിപ്പം വരുവാണെങ്കിൽ നമ്മൾ ഈ അമ്പലത്തിനോട് ബന്ധപ്പെട്ട് തന്നെയാണ് ഈ വർഷത്തെ തെള്ളിയൂർ വൃശ്ചിക വാണിഭം നടക്കുന്നത്. ഇതിൻ്റെ ചുറ്റുവട്ടത്തും പരിസരത്തുമാണ്. എന്നാൽ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമ്മളിപ്പോൾ ഈ കാണുന്ന ഇടത്തുമൊക്കെ ആയിരുന്നു നടന്നിരുന്നത്. എന്നാൽ അത് പരിപൂർണമായിട്ട് മാറ്റി അമ്പലത്തിൻ്റെ കോമ്പൗണ്ടിൽ തന്നെ ലെവൽ ചെയ്ത് പരിപൂർണമായിട്ട് അമ്പലത്തിൻ്റെ ഒരു കോമ്പൗണ്ടിൽ തന്നെയാണ് ഈ വർഷം നടക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ വർഷം ഞാൻ വന്നപ്പോൾ ഈ സ്ഥലങ്ങളൊക്കെ ഓർക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ഇനിയിപ്പം ഈ വീഡിയോയിൽ കാണാൻ പോകുന്ന ഇവിടുത്തെ കാഴ്ചകളും ഇവിടുത്തെ വിശേഷങ്ങളും ഒക്കെയാണ്. ഇതിനകത്ത് ഞാൻ ഈ വീഡിയോയിലൂടെ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ എന്തൊക്കെ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ടെന്ന് കാണുക എന്നുള്ളത്. പിന്നെ വേറെ വിദൂരത്തൊക്കെ ഇരിക്കുന്നവർക്ക് ഇത് കാണുമ്പോൾ അതായത് വർഷങ്ങൾക്ക് മുമ്പ് വന്നിട്ടും ഇത് ഇപ്പം വരാൻ പറ്റാത്തവർക്ക് ഇത് കാണുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവുമല്ലോ. അപ്പോൾ അവരെ കൂടെ കാണിക്കാനായിട്ടാണ്. അപ്പോൾ വീഡിയോയുടെ ലെങ്ത് ചിലപ്പോൾ ഇത്തിരി കൂടുതലായിരിക്കും. താല്പര്യം ഇല്ലാത്ത ഭാഗങ്ങൾ വരുവാണെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്തോ, കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ പല കാറ്റഗറി ആൾക്കാർക്കും ഇത് കാണാൻ ആഗ്രഹം ഉണ്ടാവും, പഴയ ഓർമ്മകൾ ഉണർത്താനും ഒക്കെ. എനിവേ, ഇവിടുത്തെ കടകളുടെ ഒരു വിശേഷങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് കയറിയത് നമ്മളെ എന്താ പറയുക അമ്പലത്തിൻ്റെ അവിടുന്ന് ആ ഒരു സൈഡിൽ നിന്നാണ് നമ്മൾ ഇങ്ങോട്ട് കണ്ടുവരുന്നത്. അപ്പോൾ എല്ലാ ഐറ്റംസും ഇവിടെ കിട്ടുമെന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമില്ല. എല്ലാ ഐറ്റവും ഉണ്ട്. അതിൽ പ്രധാനമായിട്ട് കച്ചവടം നടക്കുന്ന സാധനങ്ങളാണ് നമ്മുടെ പാത്രങ്ങൾ. ഇപ്പോൾ ഇരുമ്പിൻ്റെ പാത്രം, ഇരുമ്പിൻ്റെ ചട്ടി, പിന്നെ അങ്ങനെ എന്ത് വേണ്ട കൂന്താലി, മറ്റേ എന്നാ പറഞ്ഞേ നമ്മുടെ തൂമ്പ, അങ്ങനെ എല്ലാ ഐറ്റംസും, കത്തിയൊക്കെ വെറൈറ്റികളാണ് കേട്ടോ. വാൾ കത്തി, നമ്മുടെ മരം മുറിക്കുന്ന കത്തി, അങ്ങനെ എന്ന് വേണ്ട എല്ലാ സാധനങ്ങളും അവൈലബിളാണ്. ഇഷ്ടം മാതിരി കടകളുമുണ്ട്, ഒരുപാട് കടകളുണ്ട്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഒരു കടയിൽ കയറി ഈ വില ഒത്തില്ലെങ്കിൽ അടുത്ത കടയിൽ കയറി ബാർഗൈൻ ചെയ്തൊക്കെ മേടിക്കാനുള്ള ഓപ്ഷൻസൊക്കെ ഉണ്ട്. അപ്പം എന്താ പറയുന്നത്, ഈ തുടങ്ങിയ സമയമായതുകൊണ്ട് അല്പം തിരക്ക് കുറവാണ്. എന്നാൽ ഒരു വൃശ്ചികം 1 മുതൽ, അതായത് ഒരു നവംബർ 30 വരെ കാണും ഇത്. ഓക്കെ, അപ്പോൾ നവംബർ 30 വരെ വെയിറ്റ് ചെയ്യാതെ നേരത്തെ വരാമെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നല്ല സാധനങ്ങളൊക്കെ മേടിച്ച് പോകാൻ പറ്റും. അപ്പം പിള്ളേരെയും കൊണ്ട് വരുവാണെങ്കിൽ അവർക്ക് പറ്റുന്ന സാധനങ്ങളും എല്ലാം തന്നെ പല കടകളിലായിട്ട് നല്ല രീതിയിൽ വ്യാപിച്ച് കിടപ്പുണ്ട്. അടിപൊളി. ഈ മോനെ മറ്റേ ചെറിയ കണ്ണാടി വെച്ചു ഏതെടുത്താലും 100, 120 അങ്ങനത്തെ കടകളൊക്കെ ഉണ്ട് കേട്ടോ. കുഞ്ഞിനത് ഇഷ്ടപ്പെട്ടത് മേടിച്ചു. അപ്പോൾ ഇവിടെ ക്യാപ്പിൻ്റെ ഒരു എക്സ്ക്ലൂസീവ് സാധനങ്ങളാണ്. ഏതെടുത്താലും 120 എന്നാണ് പറഞ്ഞത്. അങ്ങനത്തെ ഒരു ഷോപ്പാണ്. പല ഐറ്റംസും ഉണ്ട്. ഇങ്ങനെ ഒത്തിരി ഷോപ്പുകളുണ്ട്. നമുക്ക് ജസ്റ്റ് എല്ലാ കടകളിലൊക്കെ ഒന്ന് കയറിയും കണ്ടും കേട്ടുമൊക്കെ പോവാം. അപ്പോൾ നിങ്ങൾക്ക് ഇത് കാണുമ്പം ജനറലായിട്ടൊരു ഐഡിയയും കിട്ടുമല്ലോ. ഇവിടെ വരുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം കണ്ടുപിടിച്ച് ഒന്ന് മേടിക്കാനും എടുക്കാനും ഒക്കെ. അപ്പോൾ കച്ചവടം ഇപ്പം പുതിയ കുറവാണെന്നാണ് ഞാനിപ്പോൾ ചോദിച്ചപ്പോഴും അറിഞ്ഞപ്പോഴും ഒക്കെ മനസ്സിലാക്കാൻ സാധിച്ചത്. പിന്നെ മഴയുടെ ഒരു പ്രശ്നങ്ങളും ഒക്കെ കാര്യമായിട്ടുണ്ട്. പിന്നെ ഇതുപോലെ ദാഹിക്കുമ്പം കുടിക്കാനുള്ള സോഡ സർബത്തും കുലുക്കി സർബത്ത്, കഴിക്കാൻ സ്നാക്സ് ഒക്കെ ഇതിനകത്ത് തന്നെ അവൈലബിൾ ആണ്. അപ്പോൾ നടന്നു കഴിയുമ്പോൾ എന്താണ് ക്ഷീണം വരും, വെള്ളം മേടിച്ച് കുടിക്കാം. അങ്ങനത്തെ എല്ലാ പരിപാടികളും ഇതിനകത്ത് തന്നെ അവൈലബിൾ ആണ്. ഇത് നല്ല സാധനമാണ്. അതായത് നമ്മൾ വീട്ടിൽ കുന്തിരിക്കവും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പോയിക്കണമെങ്കിൽ ഇത് ഒരു സെറ്റായിട്ടാണ്. ഇതും പിന്നെ അവിടെ സ്മെല്ല് മറ്റെന്താ പറയുന്നത് അഗർബത്തിയുടെ ഒരു സാധനം കൂടെ രണ്ടും കൂടെ ചേർത്ത് 120 രൂപ മേടിച്ച. പിന്നെ ഇതുപോലെ ലൈവായിട്ട് ഫ്രഷായിട്ട് നമ്മുടെ ഗോപിയൊക്കെ വറുത്ത് കോരിയെടുക്കുന്നുണ്ട്. അതങ്ങനത്തെ കടകൾ എല്ലാം തന്നെ ഇവിടെ ഉണ്ട്. അതുപോലെ സ്നാക്സ് കഴിക്കാനും ഇരിക്കാനും നമുക്ക് അത്യാവശ്യം ഇരിക്കാനുള്ള സ്ഥലങ്ങളും ഒക്കെ ഇവിടെ ഉണ്ട്. നമുക്ക് ഏറ്റവും ക്ഷീണം വരുമ്പോൾ ഇരിക്കാനും ഒരു ചായ കുടിക്കാനും ഒക്കെ ഉള്ളൊരു സംവിധാനങ്ങളും എല്ലാം ഈ പ്രാവശ്യം ക്രമീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പം നടന്നു പോയപ്പം കണ്ട ഒരു കടയാണ് കേട്ടോ. അപ്പം നമ്മൾ എഴുതി വെച്ച അനുസരിച്ചിട്ട് ജന്മന വൈകല്യം ഉണ്ടെന്നാണ്. വൈകല്യം ഉണ്ടെങ്കിലും എന്താ പറഞ്ഞാൽ അധ്വാനിച്ച് എനിക്കൊന്ന് ചെയ്യുന്ന ഒരു സംരംഭമാണെന്ന് തോന്നുന്നു. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ഈ ബ്രോയോടൊന്ന് ചോദിച്ചു നോക്കാം എന്താണ് എങ്ങനെയാണെന്നൊക്കെ ഉള്ളത്. നമസ്കാരം ചേട്ടാ. നമസ്കാരം. പേരെങ്ങനെ? അരുണ്. എല്ലാ വർഷവും ഇവിടെ വരാറുണ്ടോ അതോ 4 വർഷമായിട്ട് ഇവിടെ വരുന്നുണ്ട്?
ഓക്കെ. അരുണ് ബ്രോയ്ക്ക് എങ്ങനെ ജന്മന വയ്യാത്തയാണ്. ആണോ? അപ്പോൾ അച്ഛന്? എൻ്റെ അച്ഛന് ഇപ്പോൾ 14 വർഷമായിട്ട് മരത്തിൽ നിന്ന് വീണ്. ഓക്കെ. ആക്സിഡന്റ് പറ്റിയതാണ്. ഓക്കെ, ആക്സിഡന്റ് പറ്റി വീണാ. ഓക്കെ. അതിനുശേഷം ഇതെല്ലാം അരുൺ ബ്രോ തന്നെ ഉണ്ടാക്കുന്നതാണോ സ്വന്തമായിട്ട്? വീട്ടിൽ നിന്ന് LED-യുടെ പരിപാടികളും സോപ്പും അല്ലേ? എല്ലാം ഉണ്ടാക്കുന്നതാണ്, വീട്ടിൽ തന്നെ ചെയ്യുന്നത്. ഓക്കെ. ഈ വർഷം എങ്ങനെയുണ്ട് പൊതുവെ ഇവിടെ ഒരു കച്ചവടം? എല്ലാ വർഷം തന്നെ കാട്ടി മടുപ്പാണ്. മഴയുടെ ഒരു പ്രശ്നം ഉണ്ടെന്നോ അല്ലേ? ഓക്കെ. ഇത് സംഭവം നമ്മുടെ നോർമൽ സോപ്പാ? നോർമൽ സോപ്പ്. ഇത് നോർമൽ സോപ്പ്. ഇത് പാത്രം കഴുകുന്നു. നോർമൽ സോപ്പ് പാത്രം കഴുകുന്നത്. ബ്രാൻഡ് ചെയ്തിരിക്കുകയാണോ? ബ്രാൻഡ് കവർ ചെയ്തേക്കുന്ന. ഇത് നമ്മുടെ തുണി കഴുകുന്ന സോപ്പ്. ഓക്കെ. ഇത് തുണി കഴുകുന്ന സോപ്പ് അല്ലേ? LED ലൈറ്റുകൾ നമ്മൾ സ്ട്രിപ്പ് ചെയ്തിട്ടെല്ലാം എല്ലാം നമ്മൾ തന്നെ ചെയ്യുന്നതാണ്. നമ്മൾ തന്നെ ചെയ്തെടുത്തേക്കുന്ന. വീട്ടിൽ തന്നെ ചെയ്യുന്നതാണ്. എനിക്ക് കേരള സർക്കാരിൻ്റെ ഒരു അവാർഡൊക്കെ ഉണ്ടായിരുന്നു. ഓ, കേരള സർക്കാരിൻ്റെ അവാർഡ് കിട്ടിയിട്ടുണ്ടോ? അവാർഡ് ഉണ്ടായിരുന്നു. ഓക്കെ 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 ഓക്കെ. എനിക്ക് കറ്റാനത്തൊരു മേള ഉണ്ടായിരുന്നു, അവിടെ വെച്ചൊരു അവാർഡ് ഉണ്ടായിരുന്നു. ഓ. പിന്നെ ഞങ്ങളുടെ പത്തനംതിട്ടയിലൊരു മേള ഉണ്ടായിരുന്നു, അവിടെ വെച്ച്. സ്വദേശം എവിടെയാ? പത്തനംതിട്ട. അപ്പൊ നോർമലി എല്ലാ എക്സിബിഷനും ഇതുപോലെ പോകാറുണ്ടോ? ഇപ്പോൾ ഒരു എക്സിബിഷൻ കഴിഞ്ഞ് ഇവിടെ വന്നേ ഉള്ളൂ. ഓ, അടിപൊളി. അപ്പൊ അടിപൊളിയായിട്ട് കച്ചവടം ഉണ്ടാകട്ടെ. എന്താ സാധനം എടുക്കുന്നത് നമുക്ക്? ലൈറ്റ് എടുത്തോ? ഞാൻ ഏതായാലും ഒരു ലൈറ്റും 2 സോപ്പും ഒക്കെ മേടിച്ചു. നമുക്ക് ഏത് കടയിൽ വേണേലും വന്ന് ബാർഗൈൻ ചെയ്തോ. നിങ്ങളാരും ചെയ്യത്തില്ല, എന്നാലും ഞാനങ്ങ് പറയുന്നതെന്നുള്ളതേ ഉള്ളൂ. ഏത് കടയിൽ വന്ന് ബാർഗൈൻ ചെയ്താലും ഇവിടെ വന്നിട്ട് കഴിവതും ഒന്നും വിലപേശാതിരിക്കുക. ഞാൻ നേരത്തെ കണ്ട ചേട്ടനൊക്കെ ആണെങ്കിലും പറയാം നല്ല സപ്പോർട്ട് ചെയ്യുന്നതായിരുന്നു. പക്ഷേ അതിന് മുമ്പൊക്കെ ഞാൻ ഇടയ്ക്ക് കണ്ടപ്പോൾ ഇങ്ങനെ ബാർഗൈൻ ചെയ്യുന്നവർ കണ്ടു. അതുകൊണ്ടങ്ങ് പറഞ്ഞതുള്ളൂ, കഴിവതും ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. അതിന് മുമ്പ് കണ്ട ചേട്ടനൊക്കെയാണ് നല്ല ഉഷാറായിട്ട് സാധനമൊക്കെ മേടിച്ച് പോകുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ കോഴിക്കോട് ഹലുവയാണ്. 200 മുതൽ സ്റ്റാർട്ടിങ് റേഞ്ചിലുണ്ട് ഹലുവകൾ കേട്ടോ. എനിക്ക് മധുരത്തോട് വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ടേസ്റ്റ് ചെയ്തില്ല. എന്നാലും അത്യാവശ്യം സാധനമെല്ലാം ഫ്രഷാണെന്ന് തോന്നുന്നു. 200 മുതൽ സ്റ്റാർട്ടിങ് റേഞ്ച് 200, 220, 240 അതാണ് അതിൻ്റെ ഒരു റേഞ്ച്. പിന്നെ നമ്മുടെ വറവറി ഐറ്റംസ് ഉണ്ടല്ലോ, ഇങ്ങനത്തെയൊക്കെ ഒരുപാട് ഐറ്റംസ് ഇവിടെ കിട്ടും. പോപ്കോൺ, ഡേറ്റ്സ്, വറവറി ഐറ്റംസ് മൊത്തത്തിൽ. അപ്പോൾ അതിൻ്റെ എല്ലാം അങ്ങനത്തെ കുറേ ഷോപ്പുകളുണ്ട്. നമുക്ക് നോക്കി കണ്ടൊക്കെ മേടിക്കാം. ഇവിടെ നമ്മുടെ ഈ ചട്ടിയൊക്കെ ഉണ്ടല്ലോ, ഇതിവിടുത്തെ ഒരു മെയിൻ ഐറ്റംസാണ് കേട്ടോ. നമ്മുടെ ചട്ടി, ഇങ്ങനത്തെ കലം ചട്ടി, അങ്ങനത്തെ നമ്മുടെ മണ്ണ് കൊണ്ടുള്ള, പിന്നെ അതുപോലെ ഭരണികൾ, അങ്ങനത്തെ കുറേ ഐറ്റംസ് വിൽക്കുന്നുണ്ട്. ഇതെല്ലാം അത്യാവശ്യം വിലയുണ്ട്, അത്യാവശ്യം നല്ല സാധനങ്ങളുമാണ്. പിന്നെ ഇവിടെയൊക്കെ നമുക്ക് വന്ന് ബാർഗൈൻ ചെയ്ത് അത്യാവശ്യം വിലയൊക്കെ പേശാം. ഫിക്സഡ് പ്രൈസുകളൊന്നുമല്ല. നമുക്ക് കണ്ടിഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വന്ന് ബാർഗൈൻ ചെയ്തൊക്കെ എടുത്തുകൊണ്ട് പോവാം. ഇത് ഗ്യാസിൽ വെക്കാവുന്ന ടൈപ്പും ഉണ്ട്, അടുപ്പിൽ വെക്കാവുന്ന ടൈപ്പും ഉണ്ട്. അതൊക്കെ പലരും മേടിക്കുന്നുണ്ട്. അതുപോലെ വെള്ളം പിടിച്ച് വെക്കുന്ന നമ്മുടെ ഈ മൺകലം ഉണ്ടല്ലോ, അതൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഈ കരിപ്പട്ടിയുണ്ട്, ശർക്കരയുണ്ട്, പിന്നെ അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഉണ്ട്. നമ്മുടെ കോണില്ലേ, കോണ്, പുളി, നമ്മുടെ കുടംപുളിയുടെ അങ്ങനത്തെ കുറേ ഐറ്റംസ് വിൽക്കുന്ന കടകളുണ്ട്. പിന്നെ ഇങ്ങോട്ട് വരുമ്പം കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാഗ്, ചെരുപ്പ്, അതിൻ്റെയൊക്കെ വലിയൊരു ശേഖരം തന്നെയാണ്. അതായത് നമ്മുടെ ലേഡീസ് ബാഗുകൾ, ഹാൻഡ് ബാഗുകൾ, പിന്നെ ചെരുപ്പ്, അവിടെയൊക്കെ ഏതെടുത്താലും എന്നുള്ളൊരു സ്കീമുണ്ട്. അല്ലാത്ത സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്നതിന് ചോദിച്ച് പൈസ മേടിക്കുന്നതുകൊണ്ട് അത്യാവശ്യം നല്ല കളക്ഷൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ ഇങ്ങനെയുള്ളിടത്തുനിന്ന് ധാരാളം എന്താ പറയുന്നത്, നമുക്ക് റഫ് യൂസും ഒക്കെ ലോക്കലായിട്ടൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ അത്യാവശ്യം ബാർഗൈൻ ചെയ്ത് നല്ല പ്രൈസിൽ കിട്ടുമെന്ന് തോന്നുന്നു. ഇപ്പം കച്ചവടം കുറച്ച് കുറവായതുകൊണ്ട് അത്യാവശ്യം നമ്മൾ പറയുന്ന പ്രൈസിലൊക്കെ കിട്ടും. കാര്യം അവർക്കും കച്ചവടം വോളിയം ഒക്കെ കൂടുതലായിട്ട് ചെയ്താൽ മാത്രമേ എന്തെങ്കിലും കിട്ടത്തുള്ളൂ. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഡ്രസ്സിൻ്റെ ഐറ്റംസ് വിൽക്കുന്ന മാത്രമായിട്ട് വലിയൊരു കടയായിട്ടുണ്ട് കേട്ടോ. ഇവിടെ അത്യാവശ്യം എടുത്താലും 79, 119 അങ്ങനെ അവരുടെ റേഞ്ചിൽ പ്രൈസ് വെച്ചിട്ടുണ്ട്. ഇവിടെ അത്യാവശ്യം കളക്ഷൻസൊക്കെ ഡെയിലി വിയേഴ്സും ഒക്കെ ഇടാൻ പറ്റുന്ന കളക്ഷനിലുള്ള കുറേ സാധനങ്ങൾ, കുറേ ഡ്രസ്സ് ഐറ്റംസും ഡ്രസ് മെറ്റീരിയൽസായിട്ട് കണ്ടില്ല, അങ്ങനെയുള്ള ഡ്രസ്സുകൾ, റെഡിമെയ്ഡ്സ് എൻ്റെ ഒരു ഷോപ്പാണ്. അത്യാവശ്യം വലിയൊരു ഷോപ്പാണ്. അപ്പോൾ ഇവിടെ വരുന്നുണ്ട്, ജസ്റ്റ് കയറി നോക്കുക. 79 എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അത്യാവശ്യം മേടിക്കാൻ ചെല്ലുമ്പം 100, 120 ഒക്കെ ആവും. മോള് കാണുമ്പോൾ 79 ഇരിക്കുമെങ്കിലും അത്യാവശ്യം നല്ല സാധനത്തിനൊക്കെ ഇത്തിരി വില കൊടുക്കണം. അങ്ങനെയാണല്ലോ. പിന്നെ ഇവിടെ കാണുന്ന മെയിൻ ഐറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, നമ്മുടെ ഈ കൂന്താലി, ഈ മറ്റേ
തൂമ്പ, മറ്റേ കോടാലി, ഇവയൊക്കെ കൈ ഇടുന്ന ഇതുണ്ടല്ലോ, അതായത് നമ്മുടെ തടിയുടെ കൈ. അപ്പോൾ അത് ഇട്ട് ഉറപ്പിച്ച് തരും. അതിപ്പോൾ ആശാരിമാരെ നമ്മൾ സെപ്പറേറ്റ് പോയി കണ്ട് ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല. തൂമ്പ കൈയും തൂമ്പ മേടിച്ച് കഴിഞ്ഞാൽ അത് കൈ ഇവിടെ ഉറപ്പിച്ച് തരും. അവിടെ ആശാരിമാർ പലയിടത്തും അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് ഉറപ്പിച്ചിട്ട് പോകുന്നതായിരിക്കും മേടിച്ച് കഴിഞ്ഞാൽ നല്ലത്. അല്ലെ പിന്നെ നമ്മൾ ഒരു ആശാരിയെ പിന്നെ കണ്ടത് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ തൂമ്പ കൈയൊക്കെ കിട്ടും. അതുപോലെ ഞാൻ നേരത്തെ കാണിച്ചില്ലേ, ചട്ടി, മൺചട്ടി, മൺകലം, അങ്ങനെ ചട്ടികളുടെയൊക്കെ ഒരു വെറൈറ്റി ഒരു ശേഖരങ്ങൾ പല കടകളിലായിട്ടുണ്ട്. ഒരു കടയിൽ കയറി കണ്ട് അഥവാ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് പേടിക്കേണ്ട, അടുത്തൊരു കടയിൽ കയറി കാണാനുള്ള ഒരു ഓപ്ഷനും ചോയ്സും ഒക്കെ ഉണ്ട്. ഈ ടോയ് അത്യാവശ്യം വലിയ ടോയാണ്. ഇതിന് 200 രൂപ പറഞ്ഞു. അത് ന്യായമായിട്ടുള്ള വിലയുള്ളതെന്ന് തോന്നുന്നു. മറ്റേതിന് 100 രൂപ, 110 രൂപ, 120 രൂപ, ഇതൊക്കെയാണ് റേഞ്ച് ഇങ്ങനത്തെ ചെറിയ ടോയ്ക്ക്. വലിയ മറ്റേ കാറിന് 200 രൂപ പറഞ്ഞത്. എനിക്ക് തോന്നുന്നു വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. പിന്നെ ഒരെണ്ണം 199 ഉണ്ട്. വെറും 99 ഉണ്ട്. അതൊക്കെ അത്യാവശ്യം കുഴപ്പമില്ല. പിള്ളേരെ കൊണ്ട് വന്നാലും നമ്മുടെ ബഡ്ജറ്റ് പോക്കറ്റും കാലിയാകാതെ നമുക്ക് അത്യാവശ്യം രക്ഷപ്പെടാമെന്ന് തോന്നുന്നു. വില കണ്ടിട്ട് വലിയ കുഴപ്പമില്ല. അങ്ങനെ നമുക്ക് അറക്കുന്ന പ്രൈസൊന്നുമില്ല. നമ്മൾ ഇത്രയും കാഴ്ചകൾ കണ്ടിട്ടേ എനിക്ക് നല്ല അടിപൊളിയായിട്ട് തോന്നിയ ഒരു സെക്ഷനാണ് ശില്പങ്ങൾ. ഇത് പ്ലാസ്റ്റർ ഓഫ് പാരീസിലാണ് ഉണ്ടാക്കിയേക്കുന്നത്. എന്നാലും നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ശില്പങ്ങൾക്ക് അതിൻ്റേതായ ഒരു ബ്യൂട്ടി, അതിൻ്റേതായിട്ടൊരു ഭംഗി മൊത്തത്തിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കിത് കാണുമ്പോഴും എനിക്ക് തോന്നുന്നു അങ്ങനെ ഫീൽ ചെയ്യുമെന്ന് തോന്നുന്നു. ആക്ച്വലി ഇത് പ്ലാസ്റ്റർ ഓഫ് പാരീസ് ആണ് മെറ്റീരിയൽ. അതായത് അത്യാവശ്യം നമ്മൾ കെയർഫുള്ളായിട്ട് ഹാൻഡിൽ ചെയ്യണം എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ എന്നാൽ നല്ല ലുക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ബുദ്ധൻ്റെ ഉണ്ട്, എല്ലാത്തിൻ്റെ ഉണ്ട്. നല്ല രീതിയിലാണ് ഇതിൻ്റെ ഒരു ആർട്ടിസ്റ്റ് വർക്ക് ചെയ്തേക്കുന്നത്. എന്ന് നോക്കിയാൽ നല്ല ലക്ഷണമില്ലേ? എനിക്കത് ഇഷ്ടപ്പെട്ടു. വില പറയുവാണെങ്കിൽ ഒരു 100, 120, പിന്നെ 150, 200 ഈ റേഞ്ചിലാണ് ഈ പ്രൈസ് ഇട്ടേക്കുന്നത്. ഇവിടെ നമുക്ക് അത്യാവശ്യം ബാർഗൈനൊക്കെ ചെയ്യാമെങ്കിൽ നമ്മൾ കുറേ എടുക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ നല്ല പ്രൈസിന് കിട്ടും. ഇപ്പോൾ ഇതൊക്കെ കണ്ടില്ലേ, ഇതിനൊക്കെ ഒരു ക്ലാസ് ടച്ചില്ലേ, എനിക്കങ്ങനെ ഫീൽ ചെയ്തു. അപ്പോൾ നിങ്ങൾക്കും എനിക്ക് തോന്നുന്നു ഈ വീഡിയോ കാണുമ്പോൾ അങ്ങനെ ഒരു ഫീൽ ചെയ്തു. എനിക്ക് നല്ലതായിട്ടത് നല്ല രസമായിട്ടാണ് ചെയ്തേക്കുന്നത്. അപ്പം വലിയതിലൊക്കെ നല്ല അത്യാവശ്യം വിലയുണ്ട് കേട്ടോ. 300, 400 റേഞ്ചിലൊക്കെ വരുന്നുണ്ട്. ബാക്കിക്കൊക്കെ 100 രൂപയ്ക്കൊക്കെ സ്റ്റാർട്ടിംഗ് ഉണ്ട്. ആനയുടെയും അത്യാവശ്യം ബുദ്ധയുടെ ചെറിയതിനൊക്കെ 100 രൂപ. അപ്പോൾ അത്യാവശ്യം എനിക്കിത് ഇഷ്ടപ്പെട്ട ഒരു സെക്ഷനാണ്. അപ്പോൾ ഇവിടെ വരുന്നുണ്ടെങ്കിൽ നിങ്ങളിത് ജസ്റ്റ് കണ്ട് ഇതിൻ്റെ വിലയൊക്കെ കണ്ട് ബാർഗൈൻ ചെയ്ത് ഇഷ്ടപ്പെട്ടെങ്കിൽ മേടിക്കാൻ ശ്രമിച്ചു. നല്ല കുഴപ്പമില്ല, നല്ല രസമുണ്ട്. വീട്ടിലൊക്കെ വെക്കാൻ നല്ല രസമായിട്ടുണ്ട്. നമസ്കാരം. അമ്മയാണ് ഇവിടെ കച്ചവടം നടത്തുന്നത് ആണോ? ചേച്ചിമാര് എവിടെ നിന്ന്? മലപ്പള്ളി ചന്തയിൽ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും ചന്ത ദിവസമാണ്. അപ്പോൾ ആ ദിവസങ്ങളിലൊക്കെ അവിടെ കച്ചവടം നടത്തും. പിന്നെ ഇതുപോലെയുള്ള മേളകളിലൊക്കെ നടത്തുന്നുണ്ട്. അമ്മ തന്നെ ഉണ്ടാക്കുന്ന സാധനങ്ങളാണ്. മോളും ഉണ്ട് സഹായിക്കാനായിട്ട്. ഞാനിപ്പം കുടുംബശ്രീയുടെ MEC ആണ്. അപ്പോൾ സംരംഭകരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫെസിലിറ്റേറ്ററാണ് ഞങ്ങൾ. അപ്പോൾ ഞാൻ ഇവിടുത്തെ പഞ്ചായത്തിലെ ഇൻചാർജാണ്. ഞങ്ങളുടെ ആനിക്കാട് ഞങ്ങളുടെ സംരംഭകയാണ്. അപ്പോൾ ഈ പ്രോഡക്റ്റ് എന്താ? എനിക്ക് താണ്ട ഇത് പല കാര്യങ്ങൾ അറിയാൻ താണ്ട അതെനിക്ക് കൂടുതൽ അമ്മ ഒന്ന് എടുത്ത് കാണിക്കും. അത് എന്ത് കൊട്ടയാ? അത് വാലൻകൊട്ട അല്ലേ? നെല്ല് വാലുന്ന നെല്ല് കോരി ഇട്ടിട്ട് അത് ഇങ്ങനെ ഇടുന്നു. ഓക്കെ. ഇങ്ങനെ കോരി എടുത്തിട്ട് ഇങ്ങനെ ഇടുന്ന. ഓക്കെ. ആ പണ്ടത്തെ ഇതിലല്ലേ? എല്ലാവർക്കും നെല്ല് അളക്കാനായിട്ടൊക്കെ ഈ കൊട്ടയാണ്. ഒരു വാലുള്ളത് കൊണ്ടാണ് വാലൻകൊട്ടയെന്ന് വരുന്നത് അല്ലേ? അത് വാങ്ങാൻ ആൾക്കാരുണ്ട് ആണല്ലേ? ഇവിടെയൊക്കെ ഞങ്ങളൊക്കെ ചെറുതിലേക്ക് മുതല് ആൾക്കാർ ഇവിടെ വരുന്നത് തന്നെ ഇതുപോലെയുള്ള സാധനങ്ങൾ. അതെ, പരമ്പരാഗതമായിട്ടുള്ള മുറം, കൊട്ട ഒക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് ആൾക്കാർ പ്രധാനമായിട്ട് വരുന്നല്ലേ? നമ്മൾ ചാണകം കൊണ്ട് മെഴുകിയ മുറമല്ലേ ഇത്? ഇത് മെഴുകിയ മുറം. ഇത് ആകുമ്പോ കുറെ നാള് ഇത് നിൽക്കുമല്ലേ? ആരെങ്കിലും മെഴുകാത്ത ചോദിച്ചാല് പക്ഷെ മെഴുകിയതാണ് ലാസ്റ്റ് ചെയ്യുന്നല്ലേ? എല്ലാ ആൾക്കാരും മെഴുകിയ മുറം തന്നെയാണ് കൂടുതൽ ചോദിക്കുന്നത്. ഓക്കെ. പിന്നെ ബാക്കിയുള്ള നമ്മുടെ തഴപ്പായല്ലേ? ഇത് തഴപ്പായല്ലേ?
അപ്പോൾ ഇത് നമ്മുടെ തഴപ്പയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പായ്ക്ക് അത്യാവശ്യം വിലയുണ്ട്. പിന്നെ അതുപോലെ ഇത് നമ്മുടെ പഴയ തഴപ്പയല്ലേ, ഞാൻ ഇതിലൊക്കെ കിടന്നിട്ടുണ്ട്. പണ്ടിടത്തെ കൊച്ചിലത്തെ ഫോട്ടോ ഉണ്ട്. ഇത് നമ്മുടെ എന്നാ പറയുന്നത്, ഇത് നമ്മുടെ പനയുടെ ഇത് കൊണ്ടുണ്ടാക്കുന്ന ഇത് രണ്ടും ഇത് നെല്ലുണങ്ങാനായിട്ടായിരുന്നു ഇത് മെയിനായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. വലുത് നെല്ലുണങ്ങാനൊക്കെ യൂസ് ചെയ്തതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പം ഇതുപോലെ തന്നെ കൊട്ടകളാണേലും വലിയ കൊട്ടയും മറ്റേ കൂടക്കൊട്ടയും അങ്ങനെ പല ടൈപ്പിൽ കൊട്ടയുണ്ട്. നമുക്ക് സാധനങ്ങൾ എടുക്കുന്ന കൊട്ട, അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും, കൊട്ട, വട്ടി, നമ്മൾ പറയത്തില്ലേ കൊട്ട, വട്ടി, ശരിക്കും വട്ടിയുണ്ട് കേട്ടോ, ഇവിടെ ഉണ്ടായിരുന്നു. ആ കാണുന്ന വട്ടിയാണ്, ഇപ്പുറത്ത് കാണുന്നത്, ഞാൻ വട്ടി എടുത്ത് കാണിക്കാം. അങ്ങനെ കുറേ ഐറ്റംസ് ഇവിടെ കാണാൻ പറ്റും. ചുമട് എടുക്കാനും നല്ലതാ, നമ്മൾ ചോറൊക്കെ വിട്ടാനും നല്ലതാ. മെയിനായിട്ട് ചുമട് എടുക്കുന്ന ഇവിടെ അല്ലേ. ഇതെന്താ ഇതിന് പറയുന്നത്, വട്ടി? അതവിടെ പച്ചക്കറിയുടെ ആണോ അമ്മേ? പച്ചക്കറി ഒക്കെ ഇട്ട് വെക്കുന്നല്ലേ പഴയ? ആ കൊട്ട വട്ടി, ആ സാധനല്ലേ. വലുപ്പ വ്യത്യാസം ഉണ്ടെന്നുള്ളേ ഉള്ളു അല്ലേ? ഓ കണ്ട് അമ്മേ, കണ്ട് അപ്പുറത്തുണ്ട്. അപ്പൊ ഏകദേശം എത്ര വർഷമായി ഈ കച്ചവടം തുടങ്ങിയിട്ട്? 50 വർഷമായല്ലേ? ഇവിടെ വരാൻ തുടങ്ങിയിട്ട് തന്നെ 10-30 വർഷമായി. കണ്ടിട്ടില്ല, കണ്ടിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. 10 വർഷമായല്ലേ ഇവിടെ? ആ ഓക്കെ. ഇവിടെ കച്ചവടമാണ്. ഇവിടെ വന്നിട്ടൊന്നും ആ ഫ്രൂട്ട്സ് ഒക്കെ വെക്കുന്ന കൂടെ മാത്രമേ കൂടെ അല്ലേ? കൂടെ അപ്പോൾ നമ്മുടെ പഴയ സാധനങ്ങളും കൊട്ടയും വട്ടിയും അങ്ങനത്തെ സാധനങ്ങളൊക്കെ കാണാനും ഇത് മനസ്സിലാക്കാനും ഇത് മേടിക്കാനും പറ്റിയൊരു കടയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വരുന്നുണ്ട്, നമുക്ക് കാണുന്നുണ്ടെങ്കിൽ അമ്മയാണോ ഇത് മേടിക്കുകയൊക്കെ ചെയ്യാം. ഇവിടെ അധികം ബാർഗൈൻ ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ കൂന്താലിയും മറ്റേ തൂമ്പായ പിക്കാസ് അങ്ങനെയൊക്കെ ഓൾറെഡി ഉറപ്പിച്ച് വെച്ചതുകൊണ്ട്, അപ്പോൾ ഇവിടെ നിന്ന് മേടിക്കുമ്പോൾ ഉറപ്പിച്ചതാണെങ്കിലും ജസ്റ്റ് ഇളക്കമൊക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് പോവാം. ഇവിടെ ആശാരി ഉള്ളതുകൊണ്ട് അവർ ആപ്പൊക്കെ വെച്ച് കൃത്യമായിട്ട് അടിച്ച് ഉറപ്പിച്ച് തരും. അപ്പോൾ ഇങ്ങനത്തെ സാധനങ്ങൾ ഇവിടെ നല്ല രീതിയിൽ മൂവ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ കൂന്താലി മാത്രമായിട്ട് വേണേലും കിട്ടും, കൈ മാത്രമായിട്ട് വേണേലും കിട്ടും, അങ്ങനെ എല്ലാ ഐറ്റംസും കിട്ടും. അതുപോലെ നമ്മുടെ ഇരുമ്പിൻ്റെ ചട്ടി, വട്ടി, അങ്ങനത്തെ പരിപാടികളെല്ലാം അതും ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ മെയിനായിട്ട് ആൾക്കാർ വരുന്നത് തന്നെ ഇങ്ങനത്തെ ഐറ്റംസ് മേടിക്കാൻ. പിന്നെ മെയിനായിട്ട് വരുന്നത് നമ്മുടെ ഉണക്കസ്രാവാണ്. അത് ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് സാധനമാണ്. വേറെ എങ്ങൊന്നും അത്ര നല്ല സാധനം കിട്ടില്ല. നമ്മളിനി നേരെ അതിലേക്കാണ് പോകുന്നത്. അപ്പം ഇവിടാണ് നമ്മുടെ ഉണക്കമീനിനകത്ത് തന്നെ ചെറിയ മീനൊക്കെ ഉണ്ടെങ്കിലും ഇവിടുത്തെ ഹൈലൈറ്റ് സാധനം എന്ന് പറയുന്നത് ഉണക്കസ്രാവുകളാണ്. ഇത് ജസ്റ്റ് നമ്മൾ കുറച്ച് ഐറ്റംസ് മാത്രമേ ഉള്ളൂ. അല്ലാത്ത നമ്മുടെ ഈ പല്ലിക്കോരയും ഉണക്കയിലയും ഉണക്കപ്പൊടി മീനും ഉണക്ക ചെമ്മീനും ഒക്കെ കിട്ടുക. പക്ഷേ ഇവിടെ മെയിൻ കച്ചവടം നടക്കുന്നത്, ആൾക്കാർ വരുന്നത് ഉണക്ക സ്രാവ് മേടിക്കാനായിട്ടാണ്. അതാണ് ഇവിടുത്തെ ഒരു ഏറ്റവും വലിയൊരു പ്രത്യേകത. ഈ തെള്ളിയൂർ വാണിഭത്തിൻ്റെ തന്നെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണക്ക സ്രാവാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞുതരാം. അത് സ്രാവ് പലതരത്തിലുണ്ട്, പല രീതിയിൽ, പല വിലയിലുള്ളതുണ്ട്. അപ്പോൾ എല്ലാം നമ്മൾ ഈ ഡീറ്റെയിൽസ് ഈ കാണുമ്പം ഈ വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എല്ലാം പറഞ്ഞുതരാം. ഇത് മനസ്സിലാക്കുക, വരുന്നുണ്ടെങ്കിൽ മേടിച്ച് അത്യാവശ്യം വീട്ടിൽ കൊണ്ടുവന്ന് ടേസ്റ്റൊക്കെ ചെയ്ത് നോക്കാനൊക്കെ പറ്റും. ഞാൻ ഓൾറെഡി മേടിച്ചിട്ടുള്ളതാണ്. എനിക്ക് സ്രാവിനോട് വലിയ താല്പര്യം ഇല്ലെങ്കിൽ കൂടി കുറച്ച് മേടിച്ച് എന്നാ പറഞ്ഞാൽ മീൻ പൊടിച്ചു, വറുത്ത് പൊടിച്ച് നല്ല കാന്താരിയൊക്കെ ഇട്ട് ചോറിനകത്തിട്ട് ഒരു പിടി പിടിച്ച് കഴിഞ്ഞാൽ അടിപൊളിയാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ്. ഇനിയിപ്പോൾ സ്രാവിൻ്റെ വിശേഷങ്ങൾ, ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ സാധനങ്ങളൊക്കെ നമുക്ക് ഇവിടെ ആരോടെങ്കിലും നമുക്കൊന്ന് ചോദിച്ച് മനസ്സിലാക്കാം. നമസ്കാരം, പേരെങ്ങനെയാ? സജീവ്. നിങ്ങൾ എവിടുന്നാ? നൂറിനാട് അല്ലേ? ഒരുമാതിരി എനിക്കൊന്ന് എല്ലാവരും നൂറിനാട് തന്നെയല്ലേ? ഒരു നാട്ടുകാരാ അല്ലേ? വർഷങ്ങളായിട്ട് വരുന്നല്ലേ നിങ്ങൾ? ഞങ്ങളുടെ അച്ഛന്റെ അച്ഛൻ അങ്ങനെ വർഷങ്ങൾ പാരമ്പര്യമായിട്ട് ഞങ്ങൾ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്ന. ഇവിടെ ഈ സ്രാവിന്റെയാണ് ഒരു മെയിൻ ബിസിനസ്. ഇവിടുത്തെ ഒരു ഐതിഹ്യമാണ് സ്രാവ്. ഈ തെള്ളിയൂർക്കാവിലെ സ്രാവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ ടേസ്റ്റ് ആണ്. ഈ അടുത്ത പ്രദേശങ്ങളിലുള്ള ഒരു 4 ജില്ലകളിൽ നിന്നൊക്കെ ആളിവിടെ വരാറുണ്ട്. 4 അല്ല, തിരുവനന്തപുരം സൈഡിൽ നിന്ന് വരെ ഇവിടെ ആൾക്കാർ ഈ സ്രാവിന് വേണ്ടി ഇവിടുത്തെ സ്രാവ് അതുപോലെ ഒരു നല്ല ടേസ്റ്റും ഇവിടുത്തെ
ഒരു വിശ്വാസമാണ് ഈ സ്രാവിനെ പറ്റി. അല്ലേ? നമ്മുടെ ഇത് ഏത് തരം ഉണ്ടെന്ന്, എത്ര തരം ഉണ്ടെന്ന് പറഞ്ഞുതരാമോ? ഇതൊരു 4 തരമുണ്ട്. 4 തരം. പ്രധാനമായിട്ട് 4 തരം. ഓക്കെ. അതിനകത്ത് മെയിൻ പാൽ സ്രാവ് എന്ന് പറയും. അതായത് നല്ല വെളുത്തിരിക്കും സ്രാവ്. സൈഡ് രണ്ടും ഇങ്ങനെ വെളുത്തിരിക്കും. ഒരു മിനിറ്റ്. പാൽസ്രാവിന്റെ എങ്ങനെ രണ്ട് സൈഡും വെളുത്തിരിക്കും? ഇതൊരു സൈഡ്, വയറിന്റെ ഭാഗം നല്ല വെളുത്ത്, ഇത് വയർ ഭാഗമാണ്, നല്ല വെളുത്തിരിക്കും. ഇത് പാൽസ്രാവ്. പിന്നെ അതുപോലെ 3-4 സൈസ് ഉണ്ട്. തുണ്ടൻ സ്രാവ് ഉണ്ട്. ഇതിനകത്ത് പ്രധാനമാണോ പാൽസ്രാവാണ് പ്രധാനം? ഇത് നല്ല ടേസ്റ്റ് ആണ്. ടേസ്റ്റ്. വേറൊരു സംഭവം കൂടെ കാണിക്കോ? വേറെ ഈ പാൽസ്രാവ് അല്ലാതെ ഒരു ഡിഫറൻസ് ആൾക്കാർക്ക് അറിയണമല്ലോ. ഇതാണ് കൊമ്പൻ സ്രാവ്. ഇതുണ്ടോ കൊമ്പ് കണ്ടോ? രണ്ട് സൈഡിലും കൊമ്പുള്ള അല്ലേ? ഇതാണ് കൊമ്പൻ സ്രാവ് എന്ന് പറയും. കൊമ്പൻ സ്രാവ് അല്ലേ? രണ്ട് സൈഡിലും കൊമ്പുള്ളതാണ് കൊമ്പൻ സ്രാവ്. ഇത് തുണ്ടൻ സ്രാവ്. തുണ്ടമായിട്ട് വരും. ഇത് വലിയ പീസ്, വലിയ സ്രാവ്. 20 കിലോ ഉള്ള സ്രാവ് മുറിച്ചിട്ടുണ്ടോ? ഇത് തുണ്ടം സ്രാവ് എന്ന് പറയും. ഓക്കെ. അപ്പൊ ഇതൊക്കെ എന്ന് വെച്ചാൽ കൂടുതലും നമ്മുടെ വിദേശത്തേക്ക്, നമ്മുടെ ഈ അടുത്ത പ്രദേശങ്ങളിലുള്ളവർ വിദേശത്തേക്ക്, അമേരിക്ക, ജർമ്മനിയിലൊക്കെ ഉള്ള അവരുടെ മക്കൾക്കൊക്കെ വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി ഒരു 5 കിലോ 10 കിലോ ഒക്കെ വാങ്ങിച്ച് അവര് സ്റ്റോക്ക് ചെയ്തിട്ട് അവര് വരുമ്പോ കൊടുത്തു വിടാറുണ്ട്. നമുക്ക് പ്രധാനമായിട്ട് എനിക്ക് അച്ചാറൊക്കെ അച്ചാറിടാം, ചമ്മന്തി പൊടിക്കാം, വറക്കാം, കറി വെക്കാം, എല്ലാത്തിനും നല്ല ആണ്. ഇത് ഫ്രിഡ്ജിൽ വേണമെങ്കിൽ വെക്കാം. ഒരു ടിന്നിലാക്കി ഫ്രിഡ്ജിൽ വേണമെങ്കിൽ 1 ഇയർ വെക്കാം. നമുക്ക് ആവശ്യമുള്ള ഒരു പീസ് എടുത്ത് കറി വെക്കാം. ഇങ്ങനെ തന്നെ ഇരിക്കുകയാണല്ലേ? പുറത്ത് വെക്കുവാണെങ്കിൽ നമ്മുടെ ഇവിടുത്തെ ഒരു ക്ലൈമറ്റിന് എത്ര നാൾ ഇരിക്കാൻ സാധ്യതയുണ്ട്? കുറച്ച് നാളെ ഇരിക്കത്തില്ല. ഇത് ഫ്രിഡ്ജിൽ വെക്കുവാണെങ്കിൽ പച്ചക്കറി വെക്കുന്നിടത്ത് നോർമലായിട്ട് വെക്കാം. പിന്നെ അല്ലെങ്കിൽ നമുക്ക് ഉണക്കി വെക്കുകയാണെങ്കിൽ വീണ്ടും ഒന്നുകൂടെ ഉണക്കി വെക്കാം. അങ്ങനെ വെക്കുന്നതായിരിക്കും സേഫ്റ്റി. ഫ്രിഡ്ജ് വെക്കുന്നതായിരിക്കും. ഇപ്പോഴത്തെ നമ്മുടെ ഒരു ക്ലൈമാറ്റിക് കണ്ടീഷൻ ഈർപ്പൊക്കെ അടിച്ചിരിക്കുന്നുണ്ട്. ഓക്കെ ചേട്ടാ, കച്ചവടം എങ്ങനെയുണ്ട് ഈ വർഷത്തെ? പൊതുവെ കുഴപ്പമില്ല. ഈ വർഷം നമ്മുടെ ദേവസ്വം ബോർഡ് എടുത്താണ് നടത്തുന്നത്. എല്ലാ വർഷവും ഒരു വ്യക്തിയാണ് നടത്തിക്കൊണ്ടിരുന്നത്. ഈ വർഷം അവരെല്ലാം നടത്തുന്നത് ദേവസ്വം ബോർഡാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ആൾക്കാർ അറിഞ്ഞു വരുന്നതേ ഉള്ളൂ. അല്ല, എനിക്ക് തോന്നുന്നു വൃശ്ചികം 1 എല്ലാം സ്റ്റാർട്ട് ചെയ്യുമെന്ന് അറിയാം. എനിക്ക് തോന്നുന്നു ഒരു അവധി ദിവസങ്ങളിലായിരിക്കും തിരക്ക് കൂടുതലുണ്ടാവും. ശനി ഞായറും ഒക്കെ നല്ല ആളാണ്. 10-15 ദിവസം കാണത്തില്ലേ? 1 മുതൽ 15 ദിവസം. അപ്പം കച്ചവടമൊക്കെ ഉഷാറാവട്ടെ. എല്ലാവർക്കും കച്ചവടം കിട്ടട്ടെ. താങ്ക് യു. അപ്പോൾ ഇവിടെ എല്ലാ കടകളിലും വിൽക്കുന്നത് സ്രാവാണ് കേട്ടോ. പ്രധാനമായിട്ട് സ്രാവാണ്. നമ്മൾ കൂടുതൽ അല്ലാതൊക്കെ വളരെ കുറച്ചേ ഉള്ളൂ. ഉണക്കമീൻ എന്ന് പറയുന്ന സെക്ഷൻ. ഉണക്ക സ്രാവ് മാത്രം വിൽക്കുന്ന കടകളാണ് ഇവിടെ കൂടുതലും. ഇവിടെ നിങ്ങൾ ബാർഗൈൻ ചെയ്യുക, വരിക, ഈ സ്രാവിനെ പറ്റി മനസ്സിലാക്കുക. പാൽ സ്രാവുണ്ട്, നേരത്തെ കേട്ട പോലെ കൊമ്പൻ സ്രാവുണ്ട്, പീ സ്രാവുണ്ട്. അപ്പോൾ അത് ഉണക്കി വെച്ചിരിക്കുന്ന അനുസരിച്ചിട്ട് മേടിക്കുക. അപ്പോൾ ഞാൻ വേറൊരു ടിപ്പൂടെ പറഞ്ഞാൽ, ഇത് ദീർഘകാലം ഇരിക്കാനായിട്ട് മേടിച്ചുകൊണ്ട് നല്ലതായിട്ട് അടച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കുന്നതായിരിക്കും സേഫ്റ്റി. അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് അഴുക്കായി പോകാനുള്ള സാധ്യതയുണ്ട്. വേറെ ഒന്നുമല്ല കേട്ടോ. ഇപ്പോൾ ഇവിടെയൊക്കെ തന്നെയാണെങ്കിലും മഴയായിരുന്നു, കാലം തെറ്റി വരുന്ന മഴ, ഈർപ്പം ഉണ്ടാവും. അപ്പോൾ ഈ ഈർപ്പമൊക്കെ പിടിച്ച് നമ്മളുകൊണ്ട് അടച്ചു വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഈ മീൻ ചീത്തയായി പോകും. അല്ലെങ്കിൽ നമ്മൾ അതുപോലെ വീണ്ടും കൊണ്ടുപോയി രണ്ടാമത് ഉണക്കണം. എനിക്ക് തോന്നുന്നു അതിലൊക്കെ ഭേദമായിട്ട് അവർ പറഞ്ഞതുപോലെ തന്നെ നോർമൽ ഫ്രിഡ്ജിൽ വെക്കുക, ആവശ്യത്തിന് എടുക്കുക, അതായിരിക്കും സേഫ്റ്റി. പിന്നെ അല്ലാത്ത ഉണക്കമീനും അവൈലബിൾ ആണ്. നിങ്ങളിവിടെ വന്ന് അതും മേടിച്ചുകൊണ്ട് പോവുക. അപ്പോൾ ഈ പറഞ്ഞ പോലൊക്കെ ഇത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ദീർഘനാളായിട്ട് കുറേ നാൾ ഇതിരുന്നിട്ട് നമുക്ക് റീയൂസ് ചെയ്യാനും ഒക്കെ പറ്റും. അല്ല നമ്മൾ കൊണ്ട് നോർമൽ ടെമ്പറേച്ചർ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് അഴുക്കായി പോകാനുള്ള സാധ്യത ഉണ്ടെന്ന് അവരും പറയും. കാര്യം വേറെ ഒന്നുമല്ല, ഇപ്പോൾ നമ്മൾ തന്നെ കണ്ടില്ല ഇപ്പോഴത്തെ ക്ലൈമറ്റ് മഴ, ഈ മാസം മഴയാണ്. അപ്പം ഈർപ്പം അടിച്ച് ഇതിന് ചെറിയ തണുപ്പും നനവുമൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാലുള്ള പ്രശ്നമുണ്ട്. കൊണ്ടുപോയി വെക്കുമ്പോൾ പെട്ടെന്ന് അഴുക്കാവും. അപ്പോൾ അതൊക്കെ നോക്കി മേടിച്ചുകൊണ്ട് പോകുന്നവർ അതനുസരിച്ചിട്ട് വെച്ചിട്ട് ഇത് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പം ഇതാണ് നമ്മുടെ ഇവിടുത്തെ ഈ പ്രാവശ്യത്തെ തെള്ളിയൂർ വാണിഭത്തിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റും കാര്യങ്ങളും എല്ലാം. അപ്പം ഈ പ്രാവശ്യം വരുന്നവർ ഇത് മെയിനായിട്ട് നോക്കുക, ഇഷ്ടപ്പെടുക, കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് മേടിക്കുക. എന്താണേലും ഇത് വന്നൊന്ന് കാണണമെന്നേ ഞാൻ പറയത്തുള്ളൂ. ഇത് പത്തനംതിട്ടയുടെ പെരുമയും പഴമയും ഒക്കെ വിളിച്ചോതുന്ന ഒരു വാണിഭമാണ്. അപ്പം എന്താണേലും ഇവിടെ വരിക, മസ്റ്റായിട്ട് വന്നിട്ട് ഇവിടെ വന്ന് ഇതെല്ലാം കണ്ട് ഇത് മനസ്സിലാക്കണമെന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. അതായത് ചരിത്രത്തോടൊപ്പം ശരിക്കും പറഞ്ഞാൽ ഭക്തിയും സംസ്കാരവും എല്ലാം ഒന്നിക്കുന്ന തെള്ളിയൂർ വൃശ്ചിക വാണിഭം നമ്മുടെ പത്തനംതിട്ടക്കാരുടെ ഒരു സ്വകാര്യ അഹങ്കാരങ്ങൾ തന്നെയാണ്. അതൊക്കെ അതിൻ്റെയൊക്കെ ഒരു ആവേശം മനസ്സിലാവണമെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇവിടെ പറഞ്ഞാൽ അവധിയുള്ള ദിവസങ്ങളുണ്ട്. ശനി ഞായറൊക്കെ ഇനി വരുന്ന ശനി ഞായറൊക്കെ അവധി ദിവസങ്ങളാണ്. വന്നവരൊക്കെ ഫാമിലിയായിട്ട് വരാനും എടുക്കാനും ഒക്കെ വളരെ നല്ലതായിരിക്കും. വരിക, എക്സ്പീരിയൻസ് ചെയ്യുക. അപ്പോൾ ഇനി നമ്മൾ നേരെ മുന്നോട്ട് അടുത്ത് എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ഇതിൻ്റെ ജസ്റ്റ് ഒരു കാഴ്ചകൾ മൊത്തത്തിൽ ഒന്ന് കണ്ടിട്ട് നമുക്കിനി വേറെ എന്തൊക്കെ കാഴ്ചകളുണ്ടെന്ന് നോക്കിയിട്ട് ഈ വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കാം.
അപ്പോൾ ഇവിടെ നമുക്ക് കൊച്ചു പിള്ളേർക്ക് പറ്റിയ എൻ്റർടൈൻമെൻറ്റ് പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ. ഒരു പൂള്, ഒരു ആർട്ടിഫിഷ്യൽ പൂള് ക്രിയേറ്റ് ചെയ്ത് ചെറിയൊരു കയറ്റിയിരുത്തിയിട്ട് പിള്ളേരെ കൊണ്ട് 2 റൗണ്ട് അടിക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട്. അതുപോലെ നമ്മുടെ എന്നാ പറഞ്ഞ ഈ എയർബോട്ട് ഉണ്ടല്ലോ, അതേ കയറ്റിയിരുത്തിയിട്ടും പിന്നെ ചെറിയ 2-3 ഐറ്റംസ് ഉണ്ട്. പിന്നെ അവിടെ നമ്മുടെ മറ്റേ വട്ടത്തിലെറിഞ്ഞ് ഓരോ സമ്മാനങ്ങൾ നേടിക്കുന്ന പരിപാടി എടുക്കുന്നില്ലോ, അതൊക്കെയുണ്ട്. അത്യാവശ്യം എൻ്റർടൈൻമെൻറ്റ് സെക്ഷനും ഉണ്ട്, കൊച്ചു പിള്ളേർക്ക് പറ്റും. ചുമ്മാ ഒരു ടൈം പാസ് കയറി, ഇതിനൊക്കെ എക്സ്ട്രാ പൈസ ആവും, 50 രൂപ ആ റേഞ്ചിലൊക്കെ വരും. അപ്പോൾ ഇതിലൊക്കെ കയറി അത്യാവശ്യം സമയം കളയാനും പറ്റും. പിള്ളേർക്കൊക്കെ ഒരു രസമാണ് ഇവിടെ വന്നിട്ട് ചുമ്മാ ഈ ഒരു സെക്ഷനിലൊക്കെ വന്നിട്ട് കാണാനും കേൾക്കാനും ഒക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. അവരെ സംബന്ധിച്ച് ഇപ്പോൾ ഉണക്കസ്രാവിനെ പറ്റി കൂടുതലായിട്ട് അറിയാൻ താല്പര്യം കാണത്തില്ലല്ലോ. അപ്പോൾ ഇതൊക്കെ വന്ന് എൻജോയ് ചെയ്യുക, എൻ്റർടൈൻ ചെയ്യുക. പിന്നെ നമ്മുടെ ഈ പഴയ ഫർണിച്ചർ, ഇത് നമ്മുടെ ചാരുകസേരയില്ലേ, പഴയ ചാരുകസേരയും ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ ടൈപ്പിലുള്ള ഫർണിച്ചർ സെറ്റും സോഫ സെറ്റും ഒക്കെ ഡിസ്പ്ലേയിലും ഇട്ടിട്ടുണ്ട്, സെയിലിനും ഉണ്ട്. അതുപോലെ തന്നെ പിന്നെ എല്ലാവരും ഫോക്കസ് ചെയ്യുന്ന ഒരു ഏരിയയാണ് ചെടികൾ, അതുപോലെ വിത്തുകളും കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ വിത്ത് ചെടികളുണ്ടല്ലോ, നമുക്ക് എന്താ പറയുക, മാങ്ങ, നമ്മുടെ ഹൈബ്രിഡ് സാധനങ്ങൾ ധാരാളമായിട്ട് വയ്ക്കുന്ന 1-2 വലിയ സംഭവങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ അത്യാവശ്യം ആൾക്കാർ വന്നിട്ട് മേടിച്ചിട്ട് ചെടിച്ചട്ടികളും ഒക്കെ മേടിച്ച് ഒരുമിച്ച് കൊണ്ടുപോകുന്നുണ്ട്. ഇവിടെ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാതെ ബാർഗെയിൻ ചെയ്ത് കഴിഞ്ഞാലും അത്യാവശ്യം നല്ല പ്രൈസിൽ കിട്ടും. ഞങ്ങൾ ഓൾറെഡി മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് 1-2 എന്നാ പറഞ്ഞ ഫലം തരുന്ന കുറച്ച് ഇതുണ്ടല്ലോ, മാംഗോസ്റ്റീന്, റംബുട്ടാൻ, അങ്ങനെയൊക്കെ ഹൈബ്രിഡ് സാധനങ്ങൾ ഈ പ്രാവശ്യം ഇവിടെ ധാരാളമായിട്ട് എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ എന്താ പറയുക, തെറ്റിയൊക്കെ, എനിക്ക് ഭയങ്കരമായിട്ട് തെറ്റിയൊക്കെ ഇഷ്ടപ്പെട്ടു. തെറ്റിയുടെയൊക്കെ നല്ല രസമായിട്ടുള്ള ഐറ്റംസ് ഉണ്ട്. ഏതായാലും 1-2 തെറ്റി കണ്ടോ, എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല നിറയെ പൂത്ത് വെപ്പുണ്ട് തെറ്റിയൊക്കെ. അപ്പോൾ ഇതായാലും നമ്മളൊരെണ്ണം മേടിച്ചിട്ടുണ്ട്. നോക്കാം, വീട് നമ്മൾ കൊണ്ടുപോയി വെക്കുമ്പോഴും ഇതുപോലെ കായ്ക്കുമായിരിക്കും. എന്താണേലും അത്യാവശ്യം നമ്മുടെ ഇങ്ങനത്തെ ഐറ്റംസും ഒക്കെ കിട്ടും. അപ്പം ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമുക്ക് ബാക്കി വേറെ എന്തുണ്ടെന്ന് മൊത്തത്തിലൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് നമുക്ക് ഈ വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കാം. നമ്മുടെ ഈ വീഡിയോ നമ്മുടെ ഉണ്ടല്ലോ ചെടികളൊക്കെ കണ്ടില്ല, ആ സെക്ഷനിൽ മേളിൽ സെപ്പറേറ്റ് ആയിട്ട് നല്ല അടിപൊളിയായിട്ട് കുലുക്കി സർബത്ത്, ഇപ്പോൾ റൂഅഫ്സ്, നേരത്തെ കണ്ട സാധനം റൂഅഫ്സ് എന്ന് പറഞ്ഞ സാധനമാണ് കേട്ടോ. നല്ല പാലൊഴിച്ചിട്ടുള്ള ഡ്രിങ്കാണ്, ക്ഷീണം മാറാനായിട്ട് പറ്റിയൊരു സാധനമാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ കോണ് പുഴുങ്ങിയും പിന്നെന്താ പറയുന്നത്, നമ്മുടെ ചാറ്റ് മസാല പരിപാടികൾ ഒക്കെ വിൽക്കുന്നുണ്ട്. ഐസ്ക്രീംസ് ഉണ്ട്, തണുത്ത വെള്ളങ്ങളുണ്ട്. അപ്പോൾ അത്യാവശ്യം ഇവിടെ വരെ വരുമ്പോഴത്തേക്ക് നമ്മൾ ടയേർഡാവും. ഇവിടെ കയറിയൊരു വെള്ളമൊക്കെ കുടിച്ച് പോകുമ്പോഴത്തേക്ക് അടിപൊളിയാണ്. അപ്പോഴത്തേക്ക് ചെറിയ ക്ഷീണമൊക്കെ മാറ്റി ചെറിയ ബജിയൊക്കെ കഴിച്ച് പോകാം. ഇത് അടിപൊളി സാധനം കേട്ടോ, ഇത് ഞാൻ കഴിച്ചു നോക്കിയായിരുന്നു. ചാറ്റ് മസാല എന്ന് തോന്നുന്നു, കടല പുഴുങ്ങിയിട്ട് ഇങ്ങനെ മസാലയൊക്കെ ഇട്ടിട്ട്. ഇവിടെ നമ്മുടെ തമിഴ്നാട്ടിലാണ് ഇത് കൂടുതലും കണ്ടിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിലാണ് സെർവ് ചെയ്യുന്നത്. ചായ കോഫി എല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ കറങ്ങി തിരിഞ്ഞ് നമ്മുടെ എൻഡിൽ വരുമ്പോഴത്തേക്കാണ് ഇത് കാണുക. അപ്പോൾ ഇവിടെ കയറി സ്നാക്സും ഒക്കെ കഴിച്ച് കംപ്ലീറ്റ് പരിപാടി ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കും. അപ്പം ഇതുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണും വരെ ബൈ ബൈ.